പ്രിയദർശിനി പദ്ധതിക്ക് വേണ്ടി ഗവൺമെന്റ് ഒരു ലോഗോ ഡിസൈൻ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. കുറേ ഡിസൈനേഴ്സ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെപ്പറ്റിയിട്ട് അറിഞ്ഞു കാണുമല്ലോ. ഇനി നമ്മൾ ഇതിൽ നിന്ന് ബെസ്റ്റ് ലോഗോ നോക്കി സെലക്ട് ചെയ്യണം. ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റിൻ്റെ അടുത്താണ്. പലപ്പോഴും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഇതുപോലുള്ള കോൺടെസ്റ്റുകൾ നടത്താറുണ്ട്. പക്ഷേ ഇതിനൊരു സെലക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിക്കലും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇതിൽ നിന്ന് ബെസ്റ്റ് ലോഗോ നോക്കി സെലക്ട് ചെയ്യുക. ഇവർ പലപ്പോഴും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പം ലേഡീസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പിങ്ക് കളർ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കുറേ മീനിങ് ഫുൾ ആയിട്ടുള്ള ലോഗോയാണോ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവർ പലപ്പോഴും ലോഗോ സെലക്ട് ചെയ്യാറ്. ആസ് എ ബ്രാൻഡ് ഡിസൈനർ ഈ ഒരു ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ സംസാരിക്കുമ്പം അവർ പറയുന്ന കാര്യമാണ്, അവർ പലപ്പോഴും ഇതുപോലുള്ള കോൺടെസ്റ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. അവർ റീസണായിട്ട് പറയുന്നത്, നമ്മൾ എത്ര എഫേർട്ട് ഇട്ട് ഇത് വർക്കൗട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല, ബിക്കോസ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സിലിരിക്കുന്ന ഒരാൾക്ക് ഇതിനെപ്പറ്റി സീറോ നോളജ് ആണ് എന്നൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഗവൺമെൻറ് സെലക്ട് ചെയ്യുന്ന ലോഗോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്നതുമാണ്. സോ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമുക്ക് എന്തുകൊണ്ട് കേരളത്തിലെ നല്ലൊരു ഏജൻസിയുടെ ഒരു ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ആളെ വെച്ചുകൊണ്ട് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടത്തിക്കൂടാ. ആൾ നോക്കിയാണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കമ്പനി ഈ ഒരു സിമിലർ ലോഗോ യൂസ് ചെയ്തിട്ടുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലോഗോ തൊട്ടടുത്തുള്ള മറ്റൊരു സ്റ്റേറ്റിലെ മറ്റൊരു പദ്ധതികളിൽ യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് ഉറപ്പുവരുത്താം. ആൻഡ് മോർ ഓവർ ഈ ഒരു പ്രിയദർശിനി പദ്ധതിയുടെ വാല്യൂസ് അലൈൻ ആകുന്ന രീതിയിലുള്ള ലോഗോയാണോ ഇത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർലി അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി നല്ലൊരു നോളജ് ഉള്ളൊരു എക്സ്പേർട്ട് തന്നെ വർക്ക് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ചെയ്ത് നമ്മളൊരു ലോഗോ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം സ്ട്രാറ്റജിക്കലി വർക്ക് ചെയ്ത ഒരാളെ ആയിരിക്കാം നമ്മൾ വിന്നറായിട്ട് എടുക്കാം. അതിന് കൂടാതെ നമ്മൾ മറ്റുള്ള കൺട്രീസൊക്കെ ഇന്നോവേഷനിൽ യൂസ് ചെയ്യുന്ന അവരുടെ ലോഗോയും വിഷ്വൽ സിസ്റ്റവും പോലുള്ള ഔട്ട്പുട്ട് നമുക്കും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ഒപ്പീനിയൻ മാത്രമാണ്. എനിക്കറിയില്ല ഈ ഒരു വീഡിയോ എത്രത്തോളം ഇതിനുവേണ്ടി ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ആൾക്കാരിലേക്ക് എത്തും എന്നുള്ളത്. സോ നിങ്ങൾ ഈ ഒരു കാര്യമായിട്ട് യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഇതിനുവേണ്ടി ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ മെൻഷൻ ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്.